ഡോക്ടർ അരവിന്ദ് സർജറിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് അപ്പുവിനോടും അമ്മയോടും പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അതെ, സർജറിയുടെ പല സ്റ്റേജുകളെ കുറിച്ചും ഡോക്ടർ ഞങ്ങളോട് ബ്രീഫ് ചെയ്തിരുന്നു. പൂർണ്ണാർത്ഥത്തിൽ അത് കംപ്ലീറ്റ് ആവാൻ 2 വർഷമെങ്കിലും സമയമെടുക്കുമെന്നും പറഞ്ഞു. യെസ്, ഇത്രയും ടൈം സ്പാനുള്ളൊരു സർജറിക്ക് അത്രയും ചെറുതല്ലാത്തൊരു തുകയും വേണ്ടിവരും. അത് സംഘടിപ്പിക്കാൻ അച്ഛൻ അറിയാതെ സർജറിക്ക് തയ്യാറാകുന്ന അപ്പുവിന് ഒറ്റയ്ക്ക് കഴിയുമോ? പോട്ടെ, ഇനി ഫണ്ടിൻ്റെ കാര്യം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ വയ്ക്കാം. പക്ഷേ ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന ഒരു സർജിക്കൽ പ്രോസസ്സിന് വിധേയാവുന്ന ഒരാൾക്ക് അത്രമാത്രം കരുതലും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തണം. വിജയങ്ങളുടെ സമ്മതമില്ലെങ്കിൽ ആൻറ്റിക്കിതിൽ വിചാരിക്കുന്നത് പോലെ ഫുൾ ടൈം തന്നോടൊപ്പം നിൽക്കാനോ തനിക്ക് വേണ്ടുന്ന പരിചരണം തരാനോ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അത് ഇയാളെ ഫിസിക്കലി ആൻഡ് മെൻ്റലി വളരെ ബാധിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ സർജറി ഉദ്ദേശിക്കുന്നത് പോലെ ഫലം ചെയ്യുകയില്ല. അത് ചിലപ്പോൾ തൻ്റെ ജീവന് പോലും അപകടം വരുത്തിയേക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ഭയപ്പെടുത്തുകയല്ല കേട്ടോ. സംഭവിച്ചേക്കാൻ ഇടയുള്ള സാധ്യതകളെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഞാൻ പിന്നെ എന്ത് വേണം ഡോക്ടർ? എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞതാ പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ തന്നെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ പറ്റുമെന്ന് ഞാനും അമ്മയും മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ടീച്ചർ ഇന്ന് വിജയങ്ങളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. എന്നിട്ട് വീപ്പ എന്ത് പറഞ്ഞു? അതിൻ്റെ ഡീറ്റെയിൽസ് ഇനി ചെന്നിട്ട് വേണം ചോദിച്ചറിയാൻ. എന്താ അങ്കിളുടെ നിലപാടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ വിളിക്കാം. എന്തായാലും ഒറ്റയടിക്ക് വിജയങ്ങൾ ഇതിനോട് പൊരുത്തപ്പെടുമെന്നുള്ള പ്രതീക്ഷ എനിക്കോ മമ്മിക്കോ ഇല്ല. പക്ഷേ വളരെ ഗ്രാജുവലായി വിജയങ്ങളിന് ഈ സത്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു ഫൈൻ എൻഡിങ്ങിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ ശ്രമം. സോ അപ്പോൾ അതിനോട് ക്ഷമാപൂർവം സഹകരിച്ചേ പറ്റൂ. എന്തു പറയുന്നു? ഓക്കെ അല്ലേ? എങ്ങോട്ടാപ്പോ രാവിലെ തന്നെ? ഒന്ന് പുറത്തു പോണം. പുറത്തെവിടെ? പഴയ പാർട്ട് ടൈം ജോലി പിന്നെയും തുടരാനുള്ള പരിപാടി ഉണ്ടോ? ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. ഇല്ല, ഞാൻ ലൈബ്രറിയിലേക്കൊന്ന് പോകാൻ ഇറങ്ങിയതാ. അപ്പൊ കോളേജിൽ ഇനി പോകുന്നില്ല എന്ന് തന്നെയാണ് മോളുടെ തീരുമാനം അല്ല? കോളേജിൽ പോവാൻ തൽക്കാലം നീ ഉദ്ദേശിക്കുന്നില്ല എന്ന് അമ്മ പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നുള്ളൂ അച്ഛാ. മെന്റലി എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ ഓക്കെ ഒക്കെ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ശരി അച്ഛാ. ആ പോ. ഇനി കുറച്ചു ദിവസം നിനക്ക് നിന്റെ ഇഷ്ടം പോലെ നടക്കാം. എന്റെയോ ഗീതയുടെയോ വക യാതൊരുവിധ ഇടപെടലുകളോ ചോദ്യം ചെയ്യലോ ഒന്നും ഉണ്ടാവില്ല. ഫുൾ ഫ്രീഡം അനുവദിച്ചിരിക്കുന്നു. ഒരാഴ്ചത്തേക്ക് നിന്നെ ഒരു ഫ്രീ ബേർഡായി വിടാനാണ് എന്റെ തീരുമാനം. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല. അതായത് ഇനിയുള്ള ഒരാഴ്ച നിനക്ക് എന്തൊക്കെ ചെയ്തു തീർക്കാൻ ആഗ്രഹം ബാക്കിയുണ്ടോ അതൊക്കെ ചെയ്തു തീർക്കാനുള്ള ഒരു ബ്ലാങ്ക് പെർമിഷൻ ഞാൻ ഗ്രാന്റ് ചെയ്തിരിക്കുന്നു എന്ന്. വേണമെങ്കിൽ നിനക്ക് കോളേജിൽ പോവാം, അതല്ല ലൈബ്രറിയിൽ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയാവാം. ഇനി അതുമല്ല ഒരു ടൈം പാസിന് ഏണിങ്സിന് വേണ്ടി ഡെലിവറി ഗേളായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതും ആവാം. അങ്ങനെ നിനക്ക് എന്തൊക്കെ തോന്നുന്നോ അതൊക്കെ ആവാം, അതിന്റെ മാക്സിമത്തിൽ. അച്ഛൻ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓഫർ പാക്കേജ് മുന്നോട്ട് വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാര്യമുണ്ട്, അത് പറയാം. ഗൗതം കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അവനും മോനും അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അവരുടെ വിസിറ്റും അച്ഛനിപ്പോ എനിക്ക് തന്ന ഈ ഓഫർ പാക്കേജും തമ്മിൽ എന്താ ബന്ധം?
ബന്ധമുണ്ട്. അവര് വരുന്നത് നിന്നെ കാണാനാ. എന്നെ കാണാനോ? എന്നുവെച്ചാ? എന്നുവെച്ചാ ഗൗതമിന്റെ മകന് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, വിവേക് കാനഡയിലാ ജോലി ചെയ്യുന്നത്, ഡോക്ടറാണ്. നിന്റെ ഫോട്ടോ കണ്ട് അവന് ഇഷ്ടമായെന്നാ ഗൗതം പറഞ്ഞത്. ഇനി നീയുമായിട്ടൊന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന്, അതിനാവും ഇങ്ങോട്ട് വരുന്നത്. ഞാൻ മോളോട് നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ച ഓർമ്മ ഉണ്ടോ? അച്ഛൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഒഴിവാക്കിയവരുടെ മുന്നിൽ അവരെക്കാൾ നന്നായി തല ഉയർത്തിപ്പിടിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ, മുരളിയുടെയും അശ്വതിയുടെയും മോളേക്കാൾ ഒട്ടും പിന്നിലല്ല വിജയ് പണിക്കരുടെയും ഗീതാലക്ഷ്മിയുടെയും മകൾ ജീവിക്കാൻ പോകുന്നെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം നമുക്ക്. അവരുടെ ഭാഗത്തുനിന്ന് ആകെ ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. അത് വിവാഹം കഴിഞ്ഞ് നീയും കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വില്ലിങ് ആവണമെന്ന്. ഞാനതിന് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാലോചിച്ച ഈ നശിച്ച നാട്ടിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവും തന്നെ നല്ലത് അല്ലേ? അപ്പോ ആ, താനവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നമ്മുടെ വിവേകിന്റെ കാര്യം അപ്പനോട് പറയായിരുന്നു. അവര് വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഏകദേശം ധാരണയായി കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ കല്യാണവും നടത്താമെന്നാ ഗൗതം പറയുന്നത്. മിക്കവാറും വിവേക് അടുത്ത മാസം പകുതിയോടെ മടങ്ങിപ്പോവും. അതിനു മുമ്പ് എന്തായാലും വിവാഹം നടത്തേണ്ടി വരും. അല്ല, അങ്ങനെ ധൃതി പിടിക്കേണ്ട കാര്യം എന്താ ബിബി? പയ്യൻ വന്ന് ഇവളെ കാണട്ടെ ആദ്യം. അയാളെ ഇവൾക്കും ഇഷ്ടപ്പെടണമല്ലോ. പിന്നെ രണ്ടുപേരും തുറന്ന് സംസാരിച്ച് തമ്മിലൊരു ധാരണയാവാതെ എങ്ങനെയാ? അതിനാണല്ലോ ഗീത അവരിങ്ങോട്ട് വരുന്നത്. അയാളെ ഇവൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ കാര്യമൊന്നുമില്ല. ഈസ് ഗുഡ് ലുക്കിംഗ്, നല്ല പെരുമാറ്റമാണ്. വിവേകിനെ എനിക്ക് നേരിട്ടറിയാലോ, എന്റെ സ്റ്റുഡന്റ് ആയിരുന്നില്ലേ? അപ്പൊ പിന്നെ അതിൽ വേറെ കൺഫ്യൂഷന്റെ കാര്യമൊന്നുമില്ല. എന്താ അപ്പോ, നിനക്ക് വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ? നീ എന്താ ചിരിച്ചത്? അല്ല, ഇപ്പോഴെങ്കിലും എന്റെ അഭിപ്രായം അച്ഛനൊന്ന് ചോദിച്ചാലോ എന്ന് സന്തോഷം കൊണ്ട് ചിരിച്ചതാ. എന്താ, നിനക്ക് എതിരഭിപ്രായം വല്ലതും ഉണ്ടോ? എല്ലാ അച്ഛനങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്റെ അഭിപ്രായത്തിന് പ്രസക്തി ഇല്ലല്ലോ. എന്നാലും ഒരു സംശയം. അല്ല, ഞാനൊരു IAS കാരിയായി കാണണം എന്നായിരുന്നല്ലോ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരു കാനഡക്കാരന്റെ പ്രപ്പോസൽ വന്നപ്പോഴേക്കും ഇത്രയും വേഗം ആ ആഗ്രഹമൊക്കെ അച്ഛൻ വേണ്ടെന്ന് വെച്ചോ? ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ. അതിനുള്ള ഒരു ശ്രമവും എന്റെ മോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. IAS കാര്യമൊന്നും ആയില്ലെങ്കിലും ഏതെങ്കിലും ഒരു നാട്ടിൽ നല്ല നിലയിൽ നീ സുഖമായി കഴിയുന്നെന്ന് സമാധാനിക്കാമല്ലോ. അത്രേ ഞാനിപ്പോ കരുതുന്നുള്ളൂ. ഇനി എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടോ? എല്ലാം അച്ഛന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. നീ ഇതിനെതിര് പറയില്ല എന്ന് എനിക്കറിയായിരുന്നു. എവിടെയാ പോണ്ടെന്ന് വെച്ചാ പോയിട്ട് വാ. നീ എന്തിനാപ്പോ അച്ഛനോട് ഓക്കെ പറയാൻ പോയത്? പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? അച്ഛന്റെ ആഗ്രഹമൊന്നും ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല എന്ന് തുറന്നു പറയണമായിരുന്നോ? എങ്കിൽ അതിന് ഇനിയും സമയമുണ്ട്, ഞാൻ പറയട്ടെ. അപ്പൊ ഒന്ന് പതുക്കെ. അച്ഛനോട് ഇപ്പൊ ഞാൻ ഇങ്ങനെ പ്രതികരിച്ചതേ അമ്മ എനിക്ക് തന്ന വാക്കിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തന്ന വാക്കിനോട് അമ്മയ്ക്ക് എത്രമാത്രം നീതി പുലർത്താൻ കഴിയുമെന്ന് എനിക്കിപ്പോ നല്ല സംശയമുണ്ട്. എന്തായാലും ഒരു കാര്യത്തില് സന്തോഷമുണ്ട്. കാനഡക്കാരൻ ഡോക്ടറും അയാളുടെ അച്ഛനും വരുന്നതിന് മുന്നേ എനിക്ക് പരോൾ അനുവദിച്ചു തന്നിട്ടുണ്ട് VP. എന്തും എന്റെ ഇഷ്ടത്തിന് ചെയ്യാനുള്ള ബ്ലാങ്ക് പെർമിഷൻ. തൽക്കാലം ഈ പരോൾ കാലം ഒന്ന് ആസ്വദിക്കാൻ തന്നെ എന്റെ തീരുമാനം. പോയിട്ടേരാ. ഹലോ അശ്വതി. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇല്ല, വരാൻ കുറച്ചുകൂടെ കഴിയും.
ഒരു ക്ലയൻറ്റിനെ കാണണം. ഏയ് അത് പറയാൻ പറ്റില്ല. അത്രേ ഉള്ളോ? നീ വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യ്. വരുന്ന വഴിക്ക് ഞാൻ വാങ്ങിക്കോളാം. അത് സാരമില്ലെന്നേ. ശരി, ഓക്കെ. ഞാനിവിടുന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം. മുരളിയങ്ങളാണല്ലോ വിളിക്കുന്നത്. താനെന്താ ലേറ്റ് ആവുന്നെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതാണോ? അതിന് ഞാൻ ഡോക്ടറുടെ കൂടെ ഉണ്ടെന്ന് അച്ഛൻ അറിയില്ലല്ലോ. ഹലോ അങ്കിൾ. ഹലോ ജോബിൻ, ഇപ്പൊ എവിടെയാ? ഹോസ്പിറ്റലാണോ? അല്ലങ്കിൾ, ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ നേരത്തെ ഇറങ്ങി. ഇപ്പോൾ ടൗണിലുണ്ട്, ചെറിയൊരു ഷോപ്പിംഗ്. അങ്കിൾ എന്താ വിളിച്ചത്? ഹേയ്, ഞാൻ വെറുതെ വിളിച്ചെന്നുള്ളൂ ജോ. 2-3 ദിവസമായിട്ട് തന്നെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. 2-3 ദിവസം ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിരുന്നു അങ്കിൾ. ഇന്ന് അല്പം ഫ്രീ ആയത്. ആ അങ്കിൾ, മാളവിക ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. അതെയോ? അതെങ്ങനെ? ജോബിനെ അവളെ വഴി വെച്ച് കണ്ടോ? ഏയ് അല്ല അങ്കിൾ, എനിക്ക് മാളവികയുടെ ഒരു സഹായം വേണമായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണമായിരുന്നു. ആള് മാളവികയുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള കക്ഷിയാണ്. ആ കുട്ടിക്ക് ഇണങ്ങുന്നൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഞാൻ മാളവികയെ ഒപ്പം കൂട്ടിയതാ. അങ്ങനെയാവുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യാമല്ലോ. അതാ ഞാൻ മാളവികയും കൂട്ടിയതാ. ഓ, അത് ശരി. അങ്കിളിനോടും ആൻറ്റിയോടും പെർമിഷൻ ചോദിക്കാതെ ഞാൻ മാളവികയെ ഒപ്പം കൂട്ടിയതിന് എന്നോട് പരിഭവമൊന്നുമില്ലല്ലോ. ഹേയ്, നെവർ. എന്തെങ്കിലും ജെന്യുവനായ കാര്യത്തിന് ജോബിൻ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാമല്ലോ. മാളവിക എൻ്റെ അടുത്തുണ്ട്, ഞാൻ ഫോൺ കൊടുക്കണം അങ്കിൾ. ഏയ് വേണ്ട ജോബിൻ, നിങ്ങളുടെ ഷോപ്പിംഗ് നടക്കട്ടെ. ഞാനും അല്പം ബിസിയാണ്. നിങ്ങൾ ലേറ്റ് ആവില്ലല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുക. ഞാൻ മാളവികയെ വീട്ടിൽ വിട്ടിട്ടേ പോകൂ. ഓക്കെ, ശരി ജോബിൻ. ഇനി വീട്ടിൽ പറയാതെ എൻ്റെ ഒപ്പം വരുന്നതിന് തനിക്ക് ടെൻഷനൊന്നും വേണ്ടല്ലോ. അല്ലെങ്കിലും ഡോക്ടറിന്റെ കൂടെയാണ് വന്നതെന്ന് അറിഞ്ഞാൽ അച്ഛനും അമ്മയും വഴക്കൊന്നും പറയില്ല. ഓഹോ, എന്താ എന്നെ അത്രയ്ക്ക് വിശ്വാസം? ഡോക്ടറിനേക്കാളും വിശ്വാസം ഡോക്ടറിന്റെ മമ്മിയെ. ജെയ്സി ആന്റിയെ പോലെ നന്മയുള്ള ഒരു അമ്മയുടെ മകനിൽ നിന്നും മോശമായതൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കും എൻ്റെ വീട്ടുകാർക്ക് നല്ല ഉറപ്പുണ്ട്. അത് ശരി. അപ്പൊ അതിന്റെ ക്രെഡിറ്റും ഡെയ്സി ടീച്ചർക്കാണല്ലേ? ഇത് ശരിയാവില്ല. താമ ഹലോ, എന്തുപറ്റി? പെട്ടെന്ന് മൂഡ് ഓഫ് ആയതുപോലെ. ഏയ് ഒന്നുമില്ല. അത് വെറുതെ. കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കൂടെ ഉണ്ടെന്ന് ഇയാളുടെ അച്ഛൻ അറിഞ്ഞതിന്റെ ടെൻഷനല്ലേ? വീട്ടിൽ ചെല്ലുമ്പോ ഇനി അതിന്റെ പേരിൽ ചോദ്യം ചെയ്യൽ വല്ലതും ഉണ്ടാവുമെന്ന് അല്ലേ? ഏയ് ഡോക്ടർ പറഞ്ഞതില് അച്ഛൻ കൺവിൻസ്ഡ് ആണ്. എന്നാലും ഞാനായിട്ട് അച്ഛനോടോ അമ്മയോടോ വിളിച്ചു പറയാത്തതില് ഒരു പരിഭവം കാണുമായിരിക്കും. കുഴപ്പാവോ? ഏയ് ഡോക്ടർ പേടിക്കണ്ട.
അഥവാ വഴക്ക് പറഞ്ഞാലും എന്നല്ലേ പറയൂ. ആ ഉറപ്പ് പോരെ? അതാണല്ലോ പ്രശ്നം. ഞാൻ കാരണം വേറൊരാള് വഴക്ക് കേൾക്കേണ്ടി വരുന്നത് എനിക്കിഷ്ടമല്ല. തന്റെ ഫ്രണ്ടാണല്ലോ അപ്പു. ആ ഹലോ അപ്പു. ഇല്ല, ഫ്രീ ആണ്. ഞാനിപ്പോ ടൗണിൽ തന്നെ ഉണ്ട്. അത്യാവശ്യമാണോ? ശരി, ഞാൻ വരാം. ആ പാലസ് റോഡിലുള്ള കഫ്റ്റീരിയ അല്ലേ? ആ ശരി, ഞാൻ വരാം. താനവിടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ. അപ്പുവിന് അത്യാവശ്യമായിട്ട് എന്നോടെന്തോ പറയാനുണ്ടെന്ന്. നമുക്ക് അപ്പുവിനെ കണ്ടിട്ട് പോയാൽ പോരെ? ഒരു 10 മിനിറ്റ്. ലേറ്റ് ആവില്ല? മതി. പക്ഷേ ഞാൻ കാറിൽ തന്നെ വെയിറ്റ് ചെയ്തോളാം. ഡോക്ടർ പോയി സംസാരിച്ചിട്ട് വന്നാ മതി. അതെന്താ, തനിക്ക് അപ്പുവിനെ കാണണ്ടേ? കാണുന്നുണ്ട്. പക്ഷേ എന്തോ സീരിയസ് ആയിട്ടുള്ള മാറ്റർ പറയാനാവുമല്ലോ. അവള് ഡോക്ടറെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പുവിനത് ബുദ്ധിമുട്ടാവുമെങ്കിലോ. അതാ ഞാൻ കാറിൽ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞത്. ശരി, തൻ്റെ ഇഷ്ടം. എന്താടോ, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ, എന്റെ കാര്യത്തിൽ ഇനി കാത്തിരിപ്പിന് വലിയ സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. VP കാര്യങ്ങൾ അത്രയും ഫാസ്റ്റ് ആയിട്ടാ മൂവ് ചെയ്യുന്നത്. എന്താ പുതിയ ഡെവലപ്മെന്റ്? കാനഡക്കാരനും അയാളുടെ അച്ഛനും കൂടി അടുത്ത ആഴ്ച ലാൻഡ് ചെയ്യുന്നുണ്ടെന്ന്. അത്രേ ഉള്ളോ? അതിനാണോ താൻ ഇത്രയും ബേളം വെച്ച് എന്നെ വിളിച്ചു വരുത്തിയത്? ഒന്നുമില്ലെങ്കിലും തന്റെ അച്ഛന്റെ ഫ്രണ്ടും മകനും അല്ലേടോ. അവരൊന്ന് വീട്ടിലേക്ക് വരുന്നോണ്ട് എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഡോക്ടർക്ക് ശരിക്കും മനസ്സിലാവാത്തോണ്ടാണോ അതോ? താൻ ചൂടാവാതെ. ഒരു ഫ്രണ്ട്ലി വിസിറ്റിനപ്പുറം അതിലെന്തെങ്കിലും കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, VP രണ്ടും കൽപ്പിച്ച മട്ടില്ല. അവരുടെ ആ വരവിൽ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവാതിരിക്കില്ല, അത് ഉറപ്പാ. അച്ഛന്റെ സംസാരത്തിൽ നിന്ന് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. സപ്പോസ് ഇനി അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടായെന്ന് തന്നെ ഇരിക്കട്ടെ, അതിനെ എങ്ങനെ നേരിടാനാ തന്റെ പ്ലാൻ? അങ്ങനെ പ്രത്യേകിച്ചൊരു പ്ലാനും ഇപ്പൊ എന്റെ മനസ്സിലില്ല ഡോക്ടർ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അവരുടെ വരവും അതേ തുടർന്ന് VP ആഗ്രഹിക്കുന്നത് പോലെയുമാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും അച്ഛനെ നിരാശപ്പെടുത്തേണ്ടി വരും. ദാറ്റ് മീൻസ് അപ്പുവിന് അച്ഛനോടെല്ലാം തുറന്നു പറയേണ്ടി വരുമെന്ന് അല്ലേ? എക്സാക്ട്ലി. അതല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, അവരുടെ വരവുണ്ടായാലല്ലേ അപ്പുവിന് അങ്കിളിനോട് ഇതൊക്കെ തുറന്നു പറയേണ്ടി വരൂ. ആ വരവുണ്ടായില്ലെങ്കിലോ? നോ വേ, അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. സാധ്യത നമ്മൾ ഉണ്ടാക്കുന്നെങ്കിലോ? എങ്ങനെ? അത് പറയാം. ആദ്യം ഈ പറഞ്ഞ കാനഡക്കാരന്റെ മെയിൽ ID കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ നോക്ക്. അത് ഞാൻ സംഘടിപ്പിക്കാം. എന്നിട്ട് തന്റെ മനസ്സ് വ്യക്തമാക്കിക്കൊണ്ട് അപ്പോൾ അയാൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു മെയിൽ അയക്ക്. അത് വായിക്കുന്നതോടെ അയാൾ ഈ പ്രപ്പോസലിൽ നിന്ന് പിന്മാറുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്തു തോന്നുന്നു? ഐഡിയ കൊള്ളാം. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. മാത്രമല്ല അതിലൊരു അപകടം കൂടിയുണ്ട്. മനസ്സിലായി. അയാൾ കാര്യങ്ങൾ വിജയങ്ങളുമായി ഡയറക്റ്റ് ഷെയർ ചെയ്യുന്നല്ലേ? അതെ. സാധ്യതയില്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ചാൻസ് കുറവാ. മെയിൽ ചെയ്യുമ്പോൾ ഈ കാര്യം അപ്പൂനൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. ആള് ജെന്യൂനാണെങ്കിൽ അയാൾ ഈ കാര്യം പിന്നെ ആരോടും ഷെയർ ചെയ്യില്ല. ആള് ജെന്യൂൻ അല്ലെങ്കിലോ?